എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. +1 പരീക്ഷ നാളെ മുതലാണ് ആരംഭിക്കുക. +2 പരീക്ഷ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ് ഇന്നത്തെ പരീക്ഷ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റ് ആയിരുന്നാലും നിങ്ങൾ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എക്സാം സെൻറ്റർ എവിടെയായിരിക്കും, അതുപോലെ +2ൻ്റെ പ്രാക്ടിക്കലിന് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് സേ എഴുതാൻ പറ്റുമോ, എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ ആർക്കൊക്കെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി +2ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചാണ് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ച് അറിയേണ്ട എല്ലാവിധ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പരീക്ഷയുടെ പേര് എന്ന് പറയുന്നത് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ്. സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നുകിൽ സേ എഴുതാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതാം എന്നുള്ളതാണ്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ സേയോ എഴുതാം. ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റെഗുലർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. റെഗുലർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഒരു +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെയാണ് റെഗുലർ വിദ്യാർത്ഥികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് സേ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സേ എന്ന് പറയുമ്പോൾ +2ൻ്റെ സബ്ജക്റ്റ്, അതായത് ടോട്ടൽ നിങ്ങൾക്ക് പാസ് മാർക്ക് +1 +2 കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതായത് 36 48 കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രമാണ് സേ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ജസ്റ്റ് പാസ് ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ റെഗുലർ വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതാം. എന്നാൽ ബാക്കിയുള്ള കമ്പാർട്ട്മെൻറ്റ് വിഭാഗങ്ങളിലൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് എക്സാം, അതായത് ഈ സേയോ ഇംപ്രൂവ്മെൻറ്റോ എഴുതാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ 2025 അതായത് ഈ ഒരു 2025 നടക്കുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന +1 +2 പരീക്ഷകൾക്ക്, അതായത് +2 പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതുന്ന, അതായത് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റുക. അതായത് ഇതാണ് ഒന്നാമത്തെ നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 2025 അതായത് ഇപ്പോൾ നടക്കുന്ന +2 പബ്ലിക് എക്സാമിനേഷനിൽ വിദ്യാർത്ഥി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് എഴുതാൻ സാധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളാണ്. കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി +2 പരീക്ഷ എഴുതിയിട്ട് തോറ്റിട്ട് വീണ്ടും ജയിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ +1ൻ്റെയും +2ൻ്റെയും നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിലൊന്നുകിൽ +1ലെയോ അല്ലെങ്കിൽ +2ലെയോ ഏതെങ്കിലും ഒരു വർഷത്തെ പരീക്ഷ ആ ഒരു സബ്ജക്റ്റിൻ്റേത് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ നടക്കുന്ന പരീക്ഷ. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു സേ ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ആ ഒരു സബ്ജക്റ്റിൻ്റേത് മാത്രം, ഏത് വിഷയത്തിൻ്റെ ആണോ എഴുതാത്തത് അതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യപ്പെടും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റെഗുലർ വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡോ അതിൽ കൂടുതലോ കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എഴുതാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് TE മാർക്കിൽ, അതായത് TE മാർക്കിൽ 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ 2 വർഷത്തെ സബ്ജക്റ്റിൻ്റെ മാർക്കും കൂടി എഴുത്തു പരീക്ഷയിൽ 36ഉം, 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ 2 വർഷത്തെ ജയിക്കാനുള്ള മാർക്ക് കൂടി 48 മാർക്കും മിനിമം കിട്ടാത്ത ഏതൊരു സബ്ജക്റ്റും, അതായത് 6 വിഷയം വേണമെങ്കിൽ 6 വിഷയം നിങ്ങൾക്ക് സേ എഴുതാം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജയിക്കാൻ സാധിക്കാത്ത ഏതൊരു വിഷയം ഈ ഒരു സേ പരീക്ഷയായിട്ട് എഴുതാം എന്നുള്ളതാണ്. അതായത് ജയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 വർഷം കൂടി 36 60 മാർക്കിൻ്റെ വിഷയത്തിലും 48 മാർക്ക് 80 മാർക്കിൻ്റെ വിഷയത്തിലും 2 വർഷത്തെ +1 +2 കൂട്ടുന്ന സമയത്ത് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ D+ ഗ്രേഡ് ആണ് കിട്ടിയതെങ്കിൽ കൂടി നിങ്ങൾ ഫെയിൽഡായിട്ടാണ് റിസൾട്ടിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ TE മാർക്ക് ഏതിനാണ് കുറവുള്ളതെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് നിങ്ങൾ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടതാണ്. ഇനി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക എന്ന് നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് +2ൽ റെഗുലർ വിഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ +2 പരീക്ഷ എഴുതി നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, ജയിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പരീക്ഷ ആർക്കൊക്കെ എഴുതാം എന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 2025 അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന +2ൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റൽ ആണെങ്കിൽ നിങ്ങൾ +1ലെയോ +2ലെയോ ആ ഒരു സബ്ജക്റ്റിൻ്റേത് ഏതെങ്കിലും ഒരു വർഷത്തേത് എഴുതിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് മിനിമം മാർക്ക് 2 വർഷം കൂട്ടി കിട്ടാത്തത് ആ ഒരു വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ സാധിക്കും. അതുപോലെ വിവിധ കാരണങ്ങൾ കൊണ്ട് ആബ്സെൻ്റ് ആവുകയോ മറ്റോ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ +2 റെഗുലർ വിഭാഗത്തിൽ നിങ്ങൾ ഈ ഒരു +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഏതെങ്കിലും പരീക്ഷ ആബ്സെൻ്റ് ആവുകയാണ്, അതായത് നിങ്ങൾക്കിപ്പോൾ റെഗുലർ വിഭാഗമാണെങ്കിൽ ഇതുവരെ +2 പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പരീക്ഷ ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സേ എഴുതേണ്ടതായിട്ട് വരും.
അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് ഉണ്ടെങ്കിൽ കൂടി വിദ്യാർത്ഥികളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഫെയിൽഡ് എന്നാണ് കാണിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു ആബ്സെൻ്റ് ആയിട്ടുള്ള ആ ഒരു പരീക്ഷ പോയിട്ട് എഴുതേണ്ടതായിട്ട് വരുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന്, അതായത് പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾ എഴുതിയിട്ടില്ല, പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കലിൽ തന്നെ വിവിധ സബ്ജക്റ്റുകൾക്ക് പ്രാക്ടിക്കൽ ഉണ്ട്, മാത്സ് ഉൾപ്പെടെ ഈ തവണയൊക്കെ പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കാതെ വരികയാണ് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും പ്ലസ് ടുവിൻ്റെ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സേ പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എക്സാം സെൻറ്റർ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ, നിങ്ങളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് റീവാലേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതായത് പുനഃപരിശോധന, സൂക്ഷ്മ പരിശോധന, അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കോപ്പി, നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്, അതിനാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. ഇതിനൊക്കെ പോയിട്ട് സ്കൂളിൽ അപേക്ഷിക്കാം. ഈ ഒരു ദിവസങ്ങളിൽ തന്നെയാണ് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷയും സമർപ്പിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് ടു സേ പരീക്ഷ നിങ്ങൾക്ക് എത്ര വിഷയം വേണമെങ്കിൽ 6 വിഷയം വേണമെങ്കിൽ 6 വിഷയം എഴുതാൻ സാധിക്കും. ഇത് പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റ് മാത്രമാണ് എഴുതാൻ പറ്റുക, അല്ലാതെ പ്ലസ് വണ്ണിൻ്റേത് അല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലസ് ടുവിന് നിങ്ങൾക്ക് ഈ ഒരു മാക്സിമം മാർക്ക് കിട്ടിയിട്ടുണ്ട്, എന്നാൽ പ്ലസ് വണ്ണിന് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സേ എഴുതേണ്ട അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് 60-ൽ 60 കിട്ടി, അതുപോലെ 80-ൽ 80 കിട്ടി. എന്നാൽ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം എഴുതിയാലും പ്രത്യേകിച്ച് ഒന്നും കൂടാനൊന്നുമില്ല, കാരണം പ്ലസ് വണ്ണിൽ ഏതാണ് കുറവായിട്ടുള്ളത്. പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിന് കുറവാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് പ്ലസ് ടുവിൻ്റെ പാഠഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, പ്ലസ് വണ്ണിലേത് ഉണ്ടാവില്ല. കാരണം പല വിദ്യാർത്ഥികളും പ്ലസ് ടു സേ ആകുമ്പോൾ അതിൽ പ്ലസ് വണ്ണിൻ്റെ ചോദ്യമാണ് വരിക എന്ന് ചോദിക്കാറുണ്ട്. പ്ലസ് വണ്ണിൻ്റേതല്ല, പ്ലസ് ടു സേ എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ ആ ഒരു നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിച്ച ആ ഒരു പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുള്ളത്, അതും റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. സേ പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും മാർക്ക് കൂട്ടുന്ന സമയത്ത്, അതായത് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റേത് ഇപ്പോൾ 60 മാർക്കിൻ്റേത് 18 + 18 2 വർഷം കൂടി 36, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 24 + 24 48 മാർക്കും നിങ്ങൾക്ക് 2 വർഷം കൂടി കിട്ടിയിട്ടില്ല എങ്കിലാണ് നിങ്ങൾക്ക് പ്ലസ് ടു സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഡബിൾ പാസ് മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ ആയിട്ട് നിങ്ങൾ പ്ലസ് ടുവിലെ ഏതെങ്കിലും വിഷയത്തിൻ്റെ പരീക്ഷ ഹാജരാവാതെ ആബ്സെൻ്റ് ആവുകയാണെങ്കിലും നിങ്ങൾ സേ പരീക്ഷ എഴുതിയിട്ട് വീണ്ടും മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും. പ്ലസ് വണ്ണിൻ്റെ മാർക്ക് അവിടെ തന്നെ ഉണ്ടാവും, എന്നാൽ പ്ലസ് ടു പരീക്ഷ നിങ്ങൾ എഴുതാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നീട് വീണ്ടും സേക്ക് അപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ ഏത് സ്കൂളിലാണോ അവസാനമായിട്ട് പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ പോയിട്ടാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ച് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു മെയ് മാസം പകുതിയോടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം, അതായത് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ആ ഒരു എക്സാം വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഫീസ് എന്ന് പറയുന്നത് സേ പരീക്ഷ ആണെങ്കിൽ നിങ്ങൾക്ക് 150 രൂപ പെർ സബ്ജക്റ്റ് ആണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ എഴുതിയിട്ടില്ല എങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കലാണോ എഴുതാതിരുന്നത് അതിൻ്റെ ആ ഒരു ഫീസ് എന്ന് പറയുന്നത് 25 രൂപ പെർ സബ്ജക്റ്റാണ് പ്രാക്ടിക്കലിൻ്റെ ആ ഒരു ഫീസ് എന്ന് വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും വരും. ഇനി ഇംപ്രൂവ്മെൻറ്റ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ പെർ സബ്ജക്റ്റ്, അതായത് ഒരു വിഷയം മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ, 500 രൂപയാണ് വരിക. ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും വരുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് പറയാം, സേ പരീക്ഷ ആണെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റ് ആയിട്ട് ഏത് സബ്ജക്റ്റുകളൊക്കെയാണ് അതിനായിട്ട് അടക്കണം. അതുപോലെ തന്നെ 25 രൂപയാണ് ഈ ഒരു പ്രാക്ടിക്കലിന് ഫീസ് വരുന്നത് എന്ന് പറഞ്ഞു, അത് കൂട്ടിയായിട്ടാണ് 150നോടൊപ്പം 25 കൂടി കൂട്ടി 175 രൂപ പ്രാക്ടിക്കലിൻ്റെ ഫീസായിട്ട് അടക്കേണ്ടത്. അതുപോലെ 40 രൂപ എല്ലാ ഫീസും ടോട്ടൽ കൂട്ടി അതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസ് കൂടി നൽകണം. ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ 500 രൂപയാണ്, ഒരു സബ്ജക്റ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അതിന് 500 രൂപയാണ് ഫീസ് വരിക. 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരിക. ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ സേ എഴുതാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതാവുന്നതാണ്. ഇനി ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ ആപ്ലിക്കേഷൻ ഫോം, ഫീസ്, അതുപോലെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്നിവയാണ് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന് ഏകദേശം നിങ്ങൾക്കൊരു 7 ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് 15 എന്നറിയില്ല, 7 ദിവസമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അപേക്ഷകളൊക്കെ നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. കാരണം ലേറ്റ് ആയാൽ നിങ്ങളും ആ ഒരു അപേക്ഷ സമർപ്പിക്കാനൊക്കെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ആ ഒരു അപേക്ഷകളൊക്കെ ആ ഒരു സമയത്ത് നൽകുക.
ഇനി ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം ആണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രാക്ടിക്കലിൻ്റെ ഫീസ് അടച്ചിട്ടുണ്ട്, അതായത് അങ്ങനെ അടക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 175 രൂപയാണ് പ്രാക്ടിക്കലും തിയറിയും കൂടി അടക്കുന്നുണ്ടെങ്കിൽ, അതായത് എഴുതുന്നുണ്ടെങ്കിൽ അതിനായിട്ട് അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂണിലാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മെയ് മാസം പകുതിയോടെയായിരിക്കും ഈ ഒരു +2വിൻ്റെ പ്രാക്ടിക്കലിൻ്റെ ആ ഒരു സേ ഉണ്ടാവുക. അപ്പോൾ +2വിൻ്റെ പ്രാക്ടിക്കലിൻ്റെ സേ പരീക്ഷ, അതായത് +2 പ്രാക്ടിക്കലിൻ്റെ സേ പരീക്ഷ നടക്കുന്നത് മെയ് മാസത്തോടെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇന്ന ദിവസങ്ങളിലായിട്ട് പ്രാക്ടിക്കൽ നടത്തുമെന്ന് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടിക്കൽ ഏത് ദിവസമാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ജില്ലയിൽ ഒരു സ്കൂളായിരിക്കും പ്രാക്ടിക്കൽ നടത്തുന്നതിനുള്ള സെൻറ്ററായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻറ്ററിൽ നിങ്ങൾ അന്നേ ദിവസം പോയിട്ട്, അതായത് ഹോൾ ടിക്കറ്റ് ഉണ്ടാവും, അതുകൂടി സ്കൂളിൽ നിന്ന് വാങ്ങിച്ച് ആ ഒരു സെൻറ്ററിൽ പോവുക. അതിനുശേഷം ആ ഒരു പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുക. ഒരു തവണ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും അറ്റൻഡ് ചെയ്യേണ്ടതില്ല. നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളാണ് ഈ ഒരു പ്രാക്ടിക്കൽ സേ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പ്രാക്ടിക്കലിൽ ഇംപ്രൂവ്മെൻറ്റ് ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാക്ടിക്കൽ എഴുതാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഏകദേശം ജൂൺ മാസത്തോടെയായിരിക്കും പ്രാക്ടിക്കൽ കൂടാതെയുള്ള, അതായത് പ്രാക്ടിക്കൽ അല്ലാതെ തിയറി പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് +2ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് ഏത് സെൻറ്ററാണോ, അതായത് ഒരു ജില്ലയിലെ 3 വീതം സ്കൂളുകളെ ക്ലബ്ബുകളാക്കി അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിലാണ് എക്സാം സെൻറ്റർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് DHSE പോർട്ടലിൽ എക്സാം സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളാണോ ഈ ഒരു, അതായത് എക്സാം സെൻറ്റർ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതുക എന്നുള്ളതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് സെയിം ആണോ എന്നുള്ളത്. +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ആണ്. നിങ്ങൾക്ക് +2 സേ ആയാലും ഇംപ്രൂവ്മെൻ്റ് ആയാലും ക്വസ്റ്റ്യൻസ് സെയിം ആയിരിക്കും. അതുപോലെ പബ്ലിക് എക്സാമിനേക്കാൾ ടഫാണോ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചാൽ ടഫൊന്നുമല്ല, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒരു +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് ഏകദേശം 3 സെറ്റോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ അതിൽ ഒരു സെറ്റായിരിക്കും, അതായത് അതിൽ ഏതെങ്കിലും ഒരു സെറ്റായിരിക്കും ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷൻ നടത്തുന്നതിലേക്കായിട്ട് ഉപയോഗിക്കുക. അടുത്ത സെറ്റ് +2 സേ പരീക്ഷ നടത്തുന്നതിലേക്കായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ പോലെ തന്നെ ആയിരിക്കും +2വിൻ്റെ സേ പരീക്ഷയും ഉണ്ടാവുക. അതുപോലെ തന്നെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അതുപോലെ തന്നെ ടഫ് ആണോ എന്ന് ചോദിച്ചാൽ ടഫ് ആയിരിക്കില്ല, സാധാരണ +2 പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അതായത് ആ ഒരു സമയത്ത് തയ്യാറാക്കി വെച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പോയിട്ട് പരീക്ഷ എഴുതുക, ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ നിങ്ങൾ തോൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ വിഷയങ്ങളാണോ നിങ്ങൾ തോറ്റിട്ടുള്ളത് അതിൻ്റെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് ആബ്സെൻ്റ് ആയി പോയിട്ടുണ്ട്, അത് റെഗുലർ വിഭാഗത്തിൽ +1ൽ ഡബിൾ പാസ് കിട്ടി അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ട്, എന്നാൽ +2വിൻ്റെ പരീക്ഷ നിങ്ങൾ ആബ്സെൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഫെയിൽഡ് ആയിട്ടാണ് റിസൾട്ട് വരിക. അപ്പോൾ നിങ്ങൾ ആ ഒരു പരീക്ഷയുടെ സബ്ജക്റ്റ് നിങ്ങൾ പോയിട്ട് വീണ്ടും സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, ഇംപ്രൂവ്മെൻറ്റിന് നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത സെറ്റുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. എല്ലാവർക്കും സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് ആയിരുന്നാലും സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ക്ലബ്ബ് സ്കൂളിൽ, അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ 3 സ്കൂളുകളെ ക്ലബ്ബുകളാക്കി അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിലാണ് എക്സാം സെൻറ്റർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക, അതുപോലെ തന്നെ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ നന്നായിട്ട് എഴുതി ജയിക്കുക. കാരണം വെറുതെ നിങ്ങൾ പഠിക്കാതെ ഒന്നും ഇരിക്കരുത്, പഠിച്ചിട്ട് നന്നായിട്ട് എഴുതുക. കാരണം നീറ്റ്, കീമി പോലുള്ള എക്സാമിനേഷൻസിനൊക്കെ +2വിൻ്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് വരിക, +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത് ഈ ഒരു ജൂലൈ ലാസ്റ്റോടെ ആയിരിക്കും. അതായത് ജൂലൈ ഏകദേശം 20-ന് ശേഷമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരിക. അത് വാല്യുവേഷൻ എത്ര വേഗം നടക്കുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. അതുപോലെ തന്നെ CE മാർക്കിൻ്റെ കാര്യം വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, +2 തോറ്റ് കഴിഞ്ഞാൽ CE മാർക്ക് കിട്ടില്ലേ എന്നുള്ളത്. CE മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. CE മാർക്ക് നിങ്ങൾക്ക്, അതായത് ഓൾറെഡി എൻ്റർ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു CE മാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടാകും. എന്നാൽ നിങ്ങൾക്കറിയാം +2വിൻ്റേത് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ തന്നെ മിനിമം മാർക്ക് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് എഴുതി വാങ്ങുക എന്നുള്ളത് മാത്രമാണ് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് +2വിൻ്റെ റിസൾട്ട് വന്ന ശേഷമായിരിക്കും നീറ്റിൻ്റേതും കീമിൻ്റേതൊക്കെ +2 മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു അവസരം വരുന്നത്. ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്ന സമയത്തേക്ക്, അതായത് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ടാകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, അല്ലാതെ ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.